ഞങ്ങളെല്ലാവരും കൂടി കടലുണ്ടി കണ്ടൽക്കാടിലൂടെ ഒരു യാത്ര പോയി. സജ്ന മിസ്സാണ് ടൂറ് പ്ലാൻ ചെയ്തത്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള റിസോർട്ടായിരുന്നു ആദ്യത്തെ പ്ലാൻ. അതാണ് പിന്നീട് കടലുണ്ടിയായി മാറിയത്. സേതു മിസ്സിൻ്റെ കുറച്ച് കാലത്തെ ആഗ്രഹമായിരുന്നു കണ്ടൽക്കാടിലൂടെ യാത്ര പോകണമെന്ന്, മക്കളെയും കൂട്ടി. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 7:30-ക്കുള്ള പാസഞ്ചർ ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര. സേതു മിസ്സും മക്കളും ഗ്രീമ മിസ്സും എല്ലാവരും കൂടി ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് പാസഞ്ചർ ട്രെയിനിൽ കയറി. പട്ടാമ്പിയിൽ നിന്ന് ജുമൈലയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കടലുണ്ടി എത്തിയപ്പോഴേക്കും സജ്ന മിസ് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സജ്ന മിസ്സും 2 കുട്ടികളും. ഞാനും മോളെയും കൂട്ടിയാണ് നമ്മുടെ ട്രിപ്പിന് പോകുന്നത്. മോനെ കൊണ്ടുപോകുന്നില്ല. മോനെ കൊണ്ടുപോകാത്തതിൽ അവന് ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ പോകാൻ നേരം അവനും കൂടി വരണം എന്നുള്ള ഒരാഗ്രഹമൊക്കെ പറഞ്ഞു. കടലുണ്ടി എത്തി. കടലുണ്ടിയിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. സേതു മിസ്സിൻ്റെ കുട്ടികൾ, കുഞ്ഞായി എല്ലാവരും റെഡിയായി. സേതു മിസ്സ് ലിപ്സ്റ്റിക്കിന് ഒരു കുറവില്ല കേട്ടോ. സേതു മിസ്സിനും ഗ്രീമ മിസ്സിനും ഫുൾ ടൈം ലിപ്സ്റ്റിക്കിൻ്റെ ആൾക്കാരാണ്. ഗ്രീമ മാഡത്തിൻ്റെ കൂളിംഗ് ഗ്ലാസ്സിന് അവിടെ എല്ലാവരും അടിയായിരുന്നു കേട്ടോ. കടലുണ്ടിയിൽ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമാണ് നമ്മുടെ ഇക്കോ ടൂറിസം പോയിൻറ്റിലേക്കുള്ളത്. ഞങ്ങൾ നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. നല്ല വെയിലായിരുന്നു. എല്ലാവരും നടന്നു വരുന്നുണ്ട്. ഓട്ടോക്ക് പോകുകയാണെന്ന് വെച്ചാൽ ഒരു മിനിമം ചാർജിൻ്റെ ഡിസ്റ്റൻസാണ് ഉള്ളത്. നമ്മൾ സജ്ന മിസ്സിന് സ്കൂട്ടി ഉള്ളത് കൊണ്ട് സജ്ന മിസ്സും കുട്ടികളും ആദ്യം പോയി. പിന്നെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കി തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മൾ പകുതി ഡിസ്റ്റൻസ് നടന്ന് തീർത്തിരുന്നു. അങ്ങനെ കുട്ടികളെയൊക്കെ സജ്ന മിസ്സ് സ്കൂട്ടിയിൽ കൊണ്ടുവന്ന് അവിടെ വിട്ടു. ഞങ്ങൾ നടന്നെത്തി. അപ്പം അങ്ങനെ എല്ലാവരും അങ്ങനെ നടന്നു. നമ്മുടെ സജ്ന മിസ്സിൻ്റെ മോന് നല്ല സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഗൈസ്, ഇപ്പോൾ കേരളം വനം വകുപ്പിൻ്റെ കടലുണ്ടി ഇക്കോ ടൂറിസം എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ടോട്ടൽ 10 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 6 അഡൽട്ട്സും 4 ചിൽഡ്രൻ. 1200 രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. തലേ ദിവസം സജ്ന മിസ്സ് വിളിച്ച് ബുക്ക് ചെയ്തത് കൊണ്ട് ആ ബോട്ടിന് തന്നെ പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ, ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോയി കണ്ടൽക്കാടുകളൊക്കെ ചുറ്റിയിട്ട് നമ്മൾ വേറൊരു ബ്രിഡ്ജിന് താഴെ നമ്മളെ ഇങ്ങോട്ട് എത്തിക്കും. 1 അവറാണ് നമ്മളെ ഈ കായലിലൂടെ കണ്ടൽക്കാടിലൂടെ നമ്മളെ ചുറ്റി തിരിച്ചെത്തിക്കാൻ എടുക്കുന്ന ടൈം. എല്ലാവരും നമ്മൾ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോട്ട് എത്തി. അങ്ങനെ എല്ലാവരും ജാക്കറ്റൊക്കെ വെയർ ചെയ്ത് യാത്രക്ക് റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ സീനാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല വ്യൂ പോയിൻറ്റ്സ്. നമ്മുടെ ബോട്ടിലുള്ള ചേട്ടൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു. കായലിൽ ഇരുന്നിട്ട് നമ്മുടെ ജുമൈല കൊണ്ടുവന്ന പണിയാരൊക്കെ കഴിച്ചു. നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല തണുത്ത കാറ്റ്. ഈ കായലിൻ്റെ തന്നെ ഒരു പോർഷൻ കിടക്കുന്നത് മലപ്പുറം ജില്ലയിലും ബാക്കി പോർഷൻ കോഴിക്കോട് ജില്ലയിലുമാണ്. ഒരു തവണ എല്ലാവരും ഈ കണ്ടൽക്കാട് ഒന്ന് വിസിറ്റ് ചെയ്യണം. കണ്ടൽക്കാട് വിസിറ്റ് ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് എന്നുള്ളത്. സൂപ്പർ വ്യൂ.
നമ്മൾ ഒരു ദിവസം ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ നമുക്കത് ആ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഹാപ്പിയായി മടങ്ങാം. കണ്ടൽക്കാടിലൂടെ യാത്ര എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈകിട്ട് തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തവരുടെ എല്ലാം ട്രിപ്പ് മോഡ് ഓണായി. ഇനിയും എവിടെയെങ്കിലും പോകണമെന്നായി പ്ലാൻ. നെക്സ്റ്റ് ചാലിയം ബീച്ചിലേക്ക് ഓട്ടോയിൽ. നട്ടുച്ചയ്ക്ക് ബീച്ചിൽ പോകുന്ന ടീമായിരിക്കും ഞങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങളെപ്പോലെ പൊരി വെയിലത്ത് ബീച്ച് കാണാൻ വന്ന രണ്ട് മൂന്ന് ടീംസ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ചാലിയം ബീച്ച് സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. വീണ്ടും കുറച്ച് ദൂരം നടക്കാനുള്ളത് കൊണ്ട് സജിന മിസ് സ്കൂട്ടിയിൽ ട്രിപ്പ് അടിച്ചു. ഇത്തവണ സേതു മിസ്സിൻ്റെ ടേണാണ്. സേതു മിസ്സിനെ ബാക്കിലിരുത്തി കൊണ്ടുപോകുന്ന സജിന മിസ്. പിന്നീട് ചാലിയം ബീച്ചിൽ നിന്ന് സജിന മിസ്സിൻ്റെ വീട്ടിലേക്ക്. വീട്ടിൽ ചെന്നപ്പോൾ സജിന മിസ്സിൻ്റെ സ്പെഷ്യൽ മന്തി ആൻഡ് ബീഫ് ഫ്രൈ കിടുവായിരുന്നു. ഇത് കഴിച്ച് റിലാക്സ് ചെയ്ത് കോഴിക്കോട് SM സ്ട്രീറ്റിലേക്ക്. വീട്ടിൽ നല്ല തിരക്കുള്ളത് കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരു വിളി, മിസ്സേ. നോക്കുമ്പോൾ നമ്മുടെ സിവിലിൽ ഉണ്ടായിരുന്ന സുന്ദരിക്കുട്ടി രേഷ്മൽ മീന. കണ്ടിട്ട് മനസ്സിലായില്ല. മാരേജിന് പോയപ്പോൾ കണ്ടതാണ്. ആ തിരക്കിനിടയിലും എന്നെ തിരക്കി വന്ന എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റ്. അങ്ങനെ SM സ്ട്രീറ്റിലും അൺഎക്സ്പെക്റ്റഡ് ഹാപ്പി മൊമെൻറ്റ്സ്. ഇനി കോഴിക്കോട് ബീച്ചിലേക്ക്. ബീച്ചിൽ ചെന്നപ്പോൾ ഗാനമേള കേൾക്കുന്നു. ഗ്രീമ മിസ്സിന് അവിടെ എത്താനിട്ട് ധൃതിയായി. എന്താ അവിടെ നടക്കുന്നത് അറിയാൻ എക്സൈറ്റഡായി സജിന മിസ്സിനെയും കൂട്ടി അവിടെ എത്തിയതും അവർ പാട്ട് നിർത്തി. എങ്കിലും ഈ ഫോട്ടോയിൽ സാറ്റിസ്ഫൈഡായി തിരിച്ചു വന്നപ്പോഴേക്കും അവർ വീണ്ടും പാട്ട് തുടങ്ങി. പിന്നീട് കോഴിക്കോട് ബീച്ചിൽ നിന്നും ഗോകുലം മാളിൽ നിന്ന് സജിന മിസ്സിൻ്റെ വീട്ടിലേക്ക്. രാവിലെ 5 മണിക്ക് സജിന മിസ് ഞങ്ങളെ വള്ളിക്കുന്ന് സ്റ്റേഷനിൽ എത്തിച്ചു. 5:30 ട്രെയിൻ കയറി. 7:30 ഷൊർണൂരിലേക്ക്. എല്ലാവരും ഹാപ്പി. താങ്ക് യു സോ മച്ച് സജിന മിസ്. എല്ലാവരും ഹാപ്പി. നെക്സ്റ്റ് ഒരു വിശേഷവുമായി കാണാം. ബൈ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.